സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകര്, രാഷ്ട്രീയ പ്രവർത്തകര്, സഖാവ് പരമേട്ടൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വിട്ടുപോവുകയുണ്ടായി. ഒക്ടോബർ 19 അദ്ദേഹത്തിന്റെ അനുസ്മരണം നടത്തണമെന്ന് അദ്ദേഹം തന്നെ രൂപീകരിച്ച നാട്ടുവെളിച്ചം കൂട്ട് എന്ന ഒരു സാംസ്കാരിക സമിതി തീരുമാനിക്കുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ കൂടിച്ചേർന്നിട്ടുള്ളത്. പരമേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ വ്യക്തിപരമായി ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെടുന്നതും 2013 ചില ആംഗ്യങ്ങള്, ചില വിക്ഷേപങ്ങളൊക്കെ നമുക്ക് രസകരമായി, അത് മതി അദ്ദേഹം എന്താണെന്ന് ആ പറയുന്നതെന്ന് മനസ്സിലാക്കാൻ. ആ ശരീരഭാഷ നമുക്ക് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കി തരും. ചില ചെറിയ ആളുകളെ കാണുമ്പോൾ ഒരു സല്യൂട്ട് ചെയ്യും. ഞാനിപ്പോ അന്നത് ഓർമ്മിച്ചിട്ട് ഇപ്പൊ നന്ദമാഷെ കണ്ടുപിടിക്കുക ഞാൻ ചെയ്തു. അത് അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചതായി. അത് വലിയൊരു ബഹുമാനം നൽകലാണ്. ചിലപ്പോൾ നമുക്ക് കളിയാക്കലായി തോന്നാമെങ്കിലും പക്ഷെ ഞാൻ എന്നെ പോലെയുള്ള അന്നത്തെ ചെറുപ്പക്കാർ അത് വളരെ രസകരമായി ആസ്വദിച്ചിട്ടുണ്ടെന്നാണ്. രസികനായ ഒരു മനുഷ്യൻ. അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹം ചിലപ്പോ വെറുതെ ചില ചരിത്രങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. CPM-ന്റെ നേതൃത്വത്തിൽ ഒരു 2ാം ആ സെന്റർ അന്ന് പാലക്കാട് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചത് തത്തമംഗലത്തിനടുത്തുള്ള കരിപ്പൂട് എന്ന ഏരിയ കമ്മിറ്റി അംഗങ്ങളുണ്ട്, സാധാരണക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. ഈ പുരുഷാരത്വം മുഴുവൻ അദ്ദേഹം ഇങ്ങനെ നിയന്ത്രിച്ചിരിക്കുക. അദ്ദേഹത്തിന്റെ രസകരമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആകെ കൂട്ടച്ചിരിയാണ് ഞങ്ങൾ വരുമ്പോൾ. അങ്ങനെ ഏത് മനുഷ്യനെയും ഏത് കുട്ടിയെയും എത്ര വലിയവനായാലും അങ്ങനത്തെ ആളുകളെ മുഴുവൻ ഈ അനുസ്മരണ യോഗം നമുക്ക് സമയബന്ധിതമായിട്ട് തീർക്കേണ്ടതുണ്ട്. ഓർമ്മകളിൽ പരമേട്ടൻ എന്ന ഈ പരമേട്ടൻ അനുസ്മരണ യോഗത്തിലെ വേദിയിലെയും സദസ്സിലെയും പ്രിയപ്പെട്ടവരെ, സഖാവ് പരമേട്ടൻ ഇവിടെ സ്വാഗതത്തിൽ പറഞ്ഞ പോലെ കാനുള്ളി പരമേട്ടൻ, ചാത്തന്നൂർ പരമേട്ടൻ, അങ്ങനെ നിരവധി പേരുകൾ ഉള്ള ഒരു ബഹുമുഖ വ്യക്തിത്വമായിരുന്നു പരമേട്ടൻ. ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുടെ ഹൃദയത്തിൽ, ആലങ്കാരികമായി പറയുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉറഞ്ഞൊഴുകിയ ഒരു പ്രതിഭാസമായിരുന്നു സഖാവ് പരമേട്ടൻ. പാർട്ടി പ്രവർത്തകനായിരുന്നു. ചായക്കടകളിലും പൊതുവിടങ്ങളിലും ഒരു അവധൂതനെ പോലെ നമുക്കിടയിൽ വന്ന ഒരു ദൈവതുല്യനായ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു സഖാവ് പരമേട്ടൻ. ഒരുപക്ഷെ അതിലൊരു വൈരുദ്ധ്യം കാണുന്നുണ്ടാവും പലരും. എങ്ങനെയാണ് ദൈവതുല്യനായ ഒരു സഖാവ് പരമേട്ടന്റെ കരസ്പർശം ഏൽക്കാത്തവര്, അല്ലെങ്കിൽ വെറുതെങ്കിലും ഒരു ഷെയ്ക്കൻഡ് കൊടുക്കാത്തത് കിട്ടാത്ത ആളുകൾ ഒരുപക്ഷെ നമ്മുടെ പ്രദേശത്ത് എന്താണ് പരമേട്ട ഈ ശ്രീകൃഷ്ണ പരമേട്ട പറയാം, അങ്ങനെ പറയാം. ആ മൂർഖൻ ആളുകൾ ഉപദ്രവിക്കാത്ത വഴിയിൽ മൂർഖൻ മിണ്ടില്ല. കുറെ ദിവസം കഴിഞ്ഞപ്പോ മൂർഖനെ കണ്ടപ്പോ ആകെ സങ്കടം. അപ്പൊ സന്യാസി പറഞ്ഞു, നീ ഇതിന്റെ യഥാർത്ഥത്തിൽ കൈവിടരുതെന്ന് പഠിപ്പിച്ച നിങ്ങൾക്കേർക്കും വേണ്ടി അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കുന്നു. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഒരു സെക്കൻഡ് നമുക്ക് എനിക്ക് ആശ്വാസം. ഓർമ്മകളിൽ പരമേട്ടൻ അനുസ്മരണമാണ് ഇന്നിവിടെ സംഘടിപ്പിച്ചത്. ഈ പരിപാടിയുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ TK കൃഷ്ണകുമാർ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പഞ്ചായത്തിന്റെ പ്രസിഡന്റ്
ശ്രീമാൻ KP സുധീഷ്, മുസ്ലിം ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് PA കാസിം, CPIയുടെ നേതാവ് T ഹംസ, പരമേട്ടന്റെ പ്രിയപ്പെട്ട മക്കളായ ഉദയൻ, ദീപ, BJPയുടെ പഞ്ചായത്തിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ പരമേട്ടനുമായി ഏറെ ബന്ധമുള്ള ശ്രീ വിശ്വംബരേട്ടൻ, മറ്റ് സദസ്സിൽ ഇരിക്കുന്ന പരമേട്ടന്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, ഓർമ്മകളിൽ പരമേട്ടൻ എന്ന ഒരു അനുസ്മരണ പരിപാടി വർഷങ്ങൾക്ക് മുൻപ് പരമേട്ടൻ രൂപം കൊടുത്ത ഒരു കാലഘട്ടം. ആ സമയത്താണ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒരു കേഡർ വേണമെന്ന പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയ ഗുരുവായ കരുവിട്ടിൽ മാധവേട്ടൻ അദ്ദേഹത്തെ ഒരു കേഡറായി കൊണ്ട് വളർത്തിയെടുക്കുകയാണ്. ഇന്നത്തെ കാലത്തെ പോലുള്ള കേഡറല്ല, ഒരു കായിക കേഡറാണ്. അത്യാവശ്യം കായികാഭ്യാസമൊക്കെ അന്നത്തെ കാലത്ത് പരമേട്ടൻ പരിശീലിച്ച് കൈവച്ച് വെച്ചിരുന്ന ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ ആരടാ ചോദിച്ചാൽ ഞാനടാ പറയാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഒരു ഉയർന്ന ഒരു സഖാവ് വേണമെന്ന ഉത്തമ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരമേട്ടനെ കരുവിട്ടിൽ മാധവേട്ടൻ കൈപിടിച്ചുയർത്തുകയും തുടർന്ന് ചാത്തന്നൂരിൽ ചായക്കട ഇട്ട് കൊടുക്കുകയും ആ ചായക്കടയിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിക്കുന്നത്. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചായക്കടയിൽ നിന്നും തുടങ്ങിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ചാത്തന്നൂരിലെ ചായക്കടയിൽ നിന്നുകൊണ്ട് പരമേട്ടൻ തിരുമറ്റിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ മെമ്പറും വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായി ഉയർന്നാണ് നമ്മുടെ ഈ പഞ്ചായത്തിന്റെ ചരിത്രം. CPM-ന്റെ ബ്രാഞ്ച് മെമ്പർ, അതുപോലെ തന്നെ അദ്ദേഹം എന്താ കുട്ടി 50 രൂപ ഇങ്ങടാകെ എത്ര കിലോമീറ്റർ വെച്ചു ഇവിടെന്താ 40 രൂപ ഓട്ടോയുണ്ട്, 10 രൂപ ഞാൻ കൂട്ടി പറഞ്ഞു. ഇതെന്താ അങ്ങനെ 40 രൂപ 10 ഇങ്ങോട്ട് തരുമോ? അപ്പൊ ഞാൻ പറഞ്ഞു അന്നത്തെ നമ്മുടെ ശൈലി അനുസരിച്ച് ഞാൻ അത് മൂത്രം വെച്ചിട്ട് നല്ലൊരു പെട്രോൾ വെച്ചിട്ട് വീട്ടിലെടുത്തു മര്യാദയ്ക്ക് സംസാരിക്കണോ പറഞ്ഞത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു തന്നെ മര്യാദ പഠിപ്പിക്കാൻ താരോട് ചോദിച്ചു. അപ്പൊ ആ കൂടെ ഒരാളുണ്ട് വാക്കിപ്പറക്കായപ്പോ മോനെ അന്ന് എഴുതിയിട്ട് നമ്പർ ചേർന്നു. അപ്പൊ എന്തിനാണ് ഇത്ര ബുദ്ധിമുട്ട്? ഞാൻ പാർക്ക് ലൈറ്റ് തരാൻ ഈ ഓട്ടോറിക്ഷ പാർക്ക് ലൈറ്റ് ആയിട്ടുണ്ട്. ഈ പാർക്ക് ലൈറ്റ് ഇട്ടപ്പോ അദ്ദേഹം ഈ നമ്പർ എഴുതിയിട്ട് ഞാൻ 50 രൂപ മേടിച്ച് പോകുന്നു. നേരം വിളിച്ചാൽ ഈ ഇരിക്കണ കോട്ടക്കൽ ഉണ്ണിയേട്ടനെ അവിടെ നിന്നിട്ട് ഇങ്ങനെ ഉണ്ണിയേട്ടൻ കാണിച്ചു കൊടുക്കണ്ടിരുന്നേ. ഞാനന്ന് ആ തെറ്റത്തെ ഓട്ടോറിക്ഷ ആള് വന്നിട്ട് പറഞ്ഞ ഒരു വാടക ഉണ്ട് ഇങ്ങനെ ചാലശ്ശേരിക്ക് ഒന്ന് ഓളം പറഞ്ഞു. ഞാൻ ചാലശ്ശേരിക്ക് വാടക വിളിച്ചു. വാടകയല്ലേ, നല്ല വാടകയുള്ള കുട്ടിനെ ചാലശ്ശേരിക്ക് ഇപ്പൊ 9 കിലോമീറ്റർ ഇട്ട് മോശമൊന്നുമില്ലല്ലോ. അവിടെ നിന്നപ്പോ ഞാൻ പോലീസ് സ്റ്റേഷൻ വയ്ക്കാൻ കോട്ടയായിരുന്നു. നേരെ ചെന്ന് നിന്നെ സ്റ്റേഷൻ ഞങ്ങൾ കയറി കേട്ടു. എന്നാൽ ഈ വണ്ടിയിൽ ഉണ്ടായി ചോദിച്ചു. അപ്പക്ക് പിടുത്തം കിട്ടി, പണി കിട്ടി. അന്ന് ലേശം സൂത്രക്കാരനാവുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ മതി വണ്ടി ഓടിച്ചിട്ടില്ല. ഇന്നലെ വേറെ ആളായി വണ്ടി ഓടിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ലൈസൻസ് എടുക്കണം, എന്റെ ബുക്കും പേപ്പറൊക്കെ എടുക്കുന്നതായി. ഇതായപ്പോൾ ഞാൻ ഇതൊന്നും ഞാൻ കൈ പിടിച്ചിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു എന്നാ അതൊക്കെ എടുത്ത് വായോ പറഞ്ഞു. ടെസ്റ്റ് ഭാഗ്യത്തെ തടി കിട്ടി ചാടി അവിടെ ഞാൻ ഇവിടെ എത്തിയിട്ട് ഇവിടെ അസി എന്ന് പറയും, ഇപ്പൊ യൂണിയനുണ്ട് നമ്മളെ പ്രിയപ്പെട്ട സുഹൃത്ത് കൊട്ടസി പറഞ്ഞു. അവന്റെ വണ്ടി വിളിച്ച് നേരെ വിട്ട് രാമേട്ടന്റെ വീട്ടിൽ. അങ്ങനെ രാമേട്ടനോട് ഞാൻ വിവരങ്ങൾ അവതരിപ്പിച്ചു. ഈ പൊയ്ക്കോ ശേഷിക്ക് കുഴപ്പമൊന്നുണ്ടാവില്ല. അങ്ങനെ തിരിച്ച് വീട്ടിൽ പോയി എന്റെ ഒരു പാൻറ്റൊക്കെ ഉണ്ട്. അന്നത്തെ പാൻറ്റൊക്കെ ഇട്ട് ഞാനൊരു ചരടൊക്കെ കെട്ടിയിട്ട് ലേശം മോഡലാണ്. അതൊക്കെ വെച്ച് തൂരിക്കിട്ട് നല്ലൊരു കുട്ടിയെ ചന്ദനക്കൂറിയൊക്കെ തൊട്ട് വീണ്ടും ഞാൻ സ്റ്റേഷനിലേക്ക് കിട്ടും. അവിടെ ചെന്നിട്ട് ഞാൻ ഇരിക്കും, എല്ലാവരും പിടിച്ചു നിർത്തി. പല രക്ഷയുണ്ടാവും. എന്ത് ചെയ്യും? അവിടെ ചാടിപ്പോയൊരു പാകില്ല. ആ നേരത്താണ് ഒരു നോബില് കാറ് അവിടെ ഇങ്ങനെ ദൈവദൂതന്റെ പോലെ പരമേട്ടന് വെള്ളി ഇട്ടിട്ട് ഇങ്ങനെ വന്നിങ്ങനെ ഇറങ്ങിയ ഡ്രൈവർ വീണോട്ടനാ ടോണത്തിന്. ഇത് കണ്ട വഴിക്ക് രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ഒറ്റ ചട്ടാ ചടിഞ്ഞു. ചാടിയോട് കൂടി പലരും എന്ത് പറ്റിയച്ചു. പണി പാളിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാനൊരു പോലീസുകാരെന്നൊക്കെ അറിയില്ല, ഞാനൊരു പണി ഒപ്പിച്ചിട്ടുണ്ട്. ശരിയാണ്. മൂപ്പരം ഞങ്ങൾ ദൈവം ഒരു ചിത്രം കഴിച്ച് ഞാൻ പറയുന്നതിന് 2 ചോദ്യം അവിടെ ഉന്നയിക്കും. അതിനെനിക്ക് ഉത്തരം പറഞ്ഞാൽ മതി. ശരി ആയിക്കോട്ടെ. നേരെ മൂപ്പർ ഉള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞ് വിളിച്ച് ഒരു സ്റ്റേഷൻ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത് അതാണ് നമ്മൾ പഠിക്കേണ്ടത്. ഇവിടെ കൊണ്ടുപോയതിനെ ഇടിക്കൊള്ളിക്കല്ലത്. അപ്പോ
മൂപ്പര് പറഞ്ഞു ഇവിടെ ഇവിടെ ആള് ഇയാളെ ചോദിച്ചു. അറിയാം. ഇയാളെങ്ങനെ അറിയാച്ചെന്നാ ഞാൻ വണ്ടി കയറ്റിട്ട് കൊണ്ടുപോയിട്ടു. ഇയാളുടേക്ക് ഇന്നലെ താൻ പൈസ പഠിച്ചു. അപ്പൊ എനിക്കെന്നെ സംശയം, പരമേട്ടനാണ് എസ് ഐ പരമേട്ടനായി തോന്നിയത്. കാരണം SI ഇത് ചോദിക്കുന്നതേ പരമേട്ടൻ ചോദിക്കണേ SI ഒന്നും കൊണ്ടുപോയില്ല. ഞാൻ എത്ര രൂപ പഠിച്ചു? ഞാൻ 50 രൂപ പഠിച്ചു. താൻ 50 രൂപ മേടിച്ചത് തെറ്റ് തനിക്ക് ബോധ്യപ്പെട്ടു. 500 രൂപയുടെ ഫൈനാ തനിക്ക് എഴുതണ്ട്. അദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ ചെയ്യുന്നു വെച്ച് എന്നിട്ട് കണ്ണാടിയാരും മട്ടനോട് ഞാൻ പറഞ്ഞു ഞാൻ മാപ്പ് പറയാനാണ്. മനസ്സിലാക്കണോ? അന്നത്തെ 500 രൂപ ഇന്നത്തെ 5000 അല്ലേ. അങ്ങനെ വേഗം ഞാൻ സാറിനോടല്ല ഒരാളോട് ഞാൻ ഇതുമേലാക്കി മാതിരി പണി ചെയ്യില്ല. അങ്ങനെ പരമേട്ടന്റെ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊടുക്കും. അങ്ങനെ പരമേട്ടൻ രക്ഷപ്പെടുത്തി കൊടുക്കുമ്പോൾ നേരെ കൊണ്ടുപോയത് ചാലശ്ശേരി ഒരു ഹോട്ടലിലേക്കാണ്. നമ്മുടെ ഇവിടെ പ്രദേശത്ത് നിന്നാണ് രാജിന്റെ കമ്പനി. പരമേട്ടൻ അനുസ്മരണ വേദിയിലേക്ക് എത്താൻ കഴിഞ്ഞത് തന്നെ വളരെ സന്തോഷത്തോടെയാണ് എത്തിയിട്ടുള്ളത്. ഈ വേദിയിലെ സദസ്സിലുള്ള നമ്മുടെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനുമോൻ അന്തമാഷ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും നമസ്കാരം. പരമേട്ടനുമായി വളരെ കുറഞ്ഞ കാലത്തെ അടുപ്പമേ എനിക്കുള്ളൂ. എൻ്റെ തൊഴിൽപരമായിട്ടുള്ള അടുപ്പത്തിലാണ് ആദ്യമായി പരമേട്ടനെ ഞാൻ പരിചയപ്പെടുന്നത്. ആധാരവെഴുത്തുമായി ബന്ധപ്പെട്ട് പല ആവശ്യങ്ങൾക്കും പരമേട്ടനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അന്ന് മുതൽ തന്നെ ഇനി എവിടെ വെച്ച് കണ്ടാലും വളരെ സന്തോഷത്തോടെ ഒരു സംസ്കാരം ഒരു സൗഹൃദം പങ്കിടാതെ പരമേട്ടൻ പോകാറില്ല. അത്തരം സമൂഹത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച അതുപോലെ എല്ലാവരുമായും വളരെ നന്നായി ഇടപെടാൻ കഴിയുന്ന അദ്ദേഹത്തിന്റെ ഓർമ്മകൾ വളരെ മനോഹരം തന്നെയാണ്. രാഷ്ട്രീയത്തിന് അതീതമായി തന്നെ എല്ലാവരോടും സൗഹൃദം പങ്കുവെക്കാൻ അദ്ദേഹം പ്രത്യേകം കഴിഞ്ഞിരുന്നു എന്നുള്ള സംശയമില്ലാത്ത കാര്യം. തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെ പടിഞ്ഞാറൻ മേഖലയാണില്ലെങ്കിലും കിഴക്കൻ മേഖലയായ ഞങ്ങളുടെ പ്രദേശത്തൊക്കെ വന്നാലും പരമേട്ടനെ അറിയാത്തവരാരുമില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് പ്രതീതിയായി മാത്രമല്ല, പൊതുസമൂഹത്തിൽ എല്ലാവരെയും ആളായി എല്ലാവരോടും സൗഹൃദം പങ്കിട്ട് എല്ലാവർക്കും വേണ്ടത് ചെയ്ത് മുന്നോട്ട് പോകുക വെച്ചാൽ വലിയൊരു സംസ്കാരവും കഴിവും തന്നെയാണ്. അത് അദ്ദേഹത്തിന് നിലനിർത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ഈ പഞ്ചായത്തിന്റെ ഏത് മുക്കിലും മൂലയും പോലെ പരമേട്ടൻ അറിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കന്മാര്, പരമേട്ടന്റെ മക്കൾ ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള സുഹൃത്തുക്കളെ, അനുസ്മരണ സമ്മേളനത്തിന് ഒട്ടേറെ ഇവിടെ മുഖ്യപ്രഭാഷണം നടത്താനുള്ള ആളുകളുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് പരമേട്ടന്റെ അനുസ്മരണം സമ്മേളനം എന്നോ കഴിഞ്ഞു പോയി എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം മരിച്ചിട്ട് 5 മാസമായല്ലോ. അദ്ദേഹത്തെ പോലെയുള്ള ഒരു വ്യക്തിയുടെ അനുസ്മരണമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. എന്തോ ഇത്ര നീണ്ടുപോയി, അദ്ദേഹത്തെ പോലെയുള്ള വ്യക്തിയുടെ അനുസ്മരണത്തെ നീണ്ടുപോയി എന്ന് അറിയാൻ കഴിഞ്ഞില്ല. എന്തായാലും അദ്ദേഹത്തെ പരിചയപ്പെട്ടവർക്ക് തന്നെ അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പരമാർത്ഥം. ഞാൻ അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടത് 85-86 കാലഘട്ടത്തിൽ ഞാൻ യൂത്ത് ലീഗിന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിലാണ് അദ്ദേഹത്തുമായി ബന്ധപ്പെട്ടിരുന്നത്. അദ്ദേഹത്തെ ബന്ധപ്പെട്ട അന്ന് മുതൽ അദ്ദേഹത്തിന്റെ മരണം വരെ അദ്ദേഹത്തുമായിട്ട് വളരെ സൗഹൃദമായിട്ടുള്ള ഒരു സുഹൃത്തുക്കളെ പോലെ ഉള്ള ഒരു പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിന്റെ. ചിലപ്പോൾ എവിടെയൊക്കെ പറ്റി അദ്ദേഹത്തെ കണ്ടാൽ ഞാൻ ലാൽ സലാം പറഞ്ഞാൽ ഒഴിഞ്ഞു പോക്കാണ്. കാരണം പോലെ ധൃതിയുള്ള സമയത്തായിരുന്നു മൂപ്പരെ വിളിച്ച് കണ്ടാൽ ഒരുപാട് വർത്തമാനം പറഞ്ഞിട്ട് മൂപ്പരെ ചീർത്തുകയാണ്. മൂപ്പര് സംസാരിച്ച മൂപ്പര് ഖുർആനും ബൈബിളും ഭഗവതി എല്ലാം ഉദ്ധരിച്ചുകൊണ്ടാണ് മൂപ്പര് സംസാരിക്കുക. നിങ്ങൾ എന്താ പറയുന്നത്? സ്വാഗതം പറഞ്ഞ കൃഷ്ണകുമാർ, മുഖ്യപ്രഭാഷണം തന്നെ നടത്തിയ മനോമോഹൻ, മറ്റു വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ, പരമേട്ടനെ സ്നേഹിക്കുന്ന, അതിനുവേണ്ടി ഇന്ന് ഇത്രയും സമയം ചിലവഴിച്ചിരിക്കുന്ന നല്ലവരായ നമ്മുടെ തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ മനുഷ്യ സ്നേഹികൾ, പരമേട്ടൻ എന്ന ഒരു മഹാപ്രതിഭാസം 1980 കാലഘട്ടത്തിൽ ഉണ്ണീഷൻ നമ്പ്യാർ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ അന്ന് പ്രമുഖ വ്യക്തികളുടെ വീട്ടിലാണ് കുറച്ച് ആളുകളെ സംഘടിപ്പിക്കുന്നത്. സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തുടങ്ങായിരുന്നു. ആ കാലത്ത് ഈ പരമേട്ടൻ ഉണ്ണേട്ടനെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അന്ന് ചെറിയ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന കാലത്ത് നീ എവിടേക്ക് ഈ രാത്രി എന്ന് ചോദിച്ച് പല കാര്യങ്ങളിലും വിഷയങ്ങളിലും ഇടപെടുന്ന പരമേട്ടൻ അന്ന് ഉണ്ണേട്ടനുമായി ബന്ധപ്പെട്ട എന്തോ കാര്യത്തിന് വന്നതാണ്. പക്ഷെ എങ്കിലും ഒരു മനുഷ്യ സ്നേഹത്തിന്റെ കടിക ഉള്ള ഒരു മഹാനായ മനുഷ്യനായിരുന്നു. ഭാരതീയ സംസ്കാരത്തെ, കുളങ്ങളെ, കാവുകളെ
വിവിധ മനുഷ്യരെ ജാതി മത വ്യത്യാസമില്ലാതെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ച് എല്ലാ ക്ഷേത്രങ്ങളും തിരുമിറ്റക്കോട് പഞ്ചായത്തിലെ പല ക്ഷേത്രക്കുളങ്ങളും നിർമ്മിക്കാനും അത് നവീകരിക്കാനും വളരെയധികം ശ്രമിച്ച ഞാൻ തന്നെ പല പ്രദേശങ്ങളിലും പോകുമ്പോൾ ഈ ചെറുതുരുത്തി അപ്പുറമുള്ള ഒരു സ്നേഹാലയത്തിൽ നിന്ന് ഞാൻ ഒരു വിവിധ കല്യാണ കാര്യങ്ങളായിട്ട് അന്വേഷിച്ച് ചെന്നപ്പോൾ ശാസ്ത്രവും പരമേട്ടനെ വ്യക്തിമുദ്ര പതിപ്പിക്കുകയൊക്കെ ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട പരമേട്ടൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ഇവിടെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് നന്ദമാഷാണ്. ഈ വേളയിൽ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ അച്ഛൻ ഒരുപാട് ആളുകൾക്ക് ഉപകാരം ചെയ്തിരുന്ന ആളാണ്. അപ്പൊ എനിക്കതില് പരമേശ്വരൻ നായരുടെ മകനായി ജനിച്ചതിൽ തന്നെ അഭിമാനമാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം എന്നും പറഞ്ഞിരുന്ന ചാത്തന്നൂരിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ഇരിക്കുന്ന സ്ഥലത്ത് 5 സെന്റ് സ്ഥലം PGMTക്ക് കൊടുക്കുകയും അവിടെ 150ഓളം കുട്ടികൾക്ക് വേണ്ട വിദ്യാഭ്യാസം കൊടുക്കുകയും ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയാനുള്ളത് 20 ടെലിഫോൺ കണക്ഷൻ 20 ആളുകൾ 100 രൂപ അടച്ചാലാണ് ടെലിഫോൺ എക്സ്ചേഞ്ച് കിട്ടുള്ളൂ പറഞ്ഞപ്പോൾ അച്ഛൻ 20 ആളുടെ പൈസ ഒന്നിച്ച് അടച്ചിട്ട് ചാത്തന്നൂർക്ക് ടെലിഫോൺ എക്സ്ചേഞ്ച് കൊടുക്കുന്ന ആളാണ്. ഇപ്പൊ മനമോഹൻ പറഞ്ഞു ഒരുപാട് കാര്യങ്ങൾ ഏത് കാര്യത്തിനായാലും ആളുകൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും അത് മറ്റേ കൃഷിയായാലും ശരി അന്യ പാർട്ടിയിൽ നിന്ന് CPM-ലേക്ക് വരുത്താൻ വേണ്ടിയിട്ടാണ് അച്ഛൻ BJP ആയാലും ലീഗ് ആയാലും കോൺഗ്രസ് ആയാലും വളരെയധികം സൗഹൃദമായിരുന്നു. ആളുകൾ ചിലപ്പോൾ ചിന്തിച്ചായിരുന്നു ഇദ്ദേഹം എന്തിനാണ് BJP-കാരുടെ അടുത്തേക്ക് പോകണം ലീഗുകാരുടെ അടുത്തേക്ക് പോകണമെന്ന്. പക്ഷെ അവരൊക്കെ നമ്മുടെ പാർട്ടിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് അച്ഛൻ്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. ഒരുപാട് ലക്ഷ്യങ്ങളും ഒരുപാട് ആഗ്രഹങ്ങളുള്ള ഒരു വ്യക്തിയാണ്. ഞാൻ ഇടയ്ക്ക് ചിന്തിച്ചായിരുന്നു അച്ഛൻ ഒരു 20 കൊല്ലം മുമ്പ് ഒരു മലപ്പടിയിൽ ഒരു മീറ്റിംഗിൽ പറഞ്ഞത് നമുക്ക് ടെലിഫോണിൽ കൂടെ കണ്ട് സംസാരിക്കാൻ പറ്റും പറഞ്ഞു. അപ്പൊ അന്നൊക്കെ ആൾക്കാർ പറഞ്ഞായിരുന്നു പരമേട്ടന് എന്താ വട്ടാണെന്ന്. പക്ഷെ ഇന്നൊക്കെ അത് സംഭവിച്ചു കഴിഞ്ഞു. രാത്രി കാലങ്ങളിൽ നമുക്ക് മറ്റേ ബാങ്കിൽ നിന്ന് പൈസ എടുക്കാന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ വ്യക്തിക്ക് ഒരുപാട് മനോഹരൻ പറഞ്ഞ പോലെ ഇദ്ദേഹം ശരിക്കും ഒരു നല്ലൊരു വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാവും അദ്ദേഹം ഇവിടെ ഒതുങ്ങിയത്. പക്ഷെ ഒരു വളരെയധികം മനുഷ്യ സ്നേഹിയാണ്. എനിക്ക് എൻ്റെ അച്ഛനെ ഇത്രയും വലിയ ആളുകളെ കൂടിയിട്ട് മറ്റേ അനുസ്മരണം നടത്തുമ്പോൾ വളരെയധികം അഭിമാനമാണ്. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട എന്റെ അച്ഛന്റെ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ഈ സംഘടനയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. എനിക്ക് മോനേട്ടം പറഞ്ഞ പോലെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത എന്റെ അച്ഛനായതുകൊണ്ട് പറയല്ല, ഇത് നല്ലൊരു വ്യക്തിയായിരുന്നു. പിന്നെ കൃഷ്ണന്മാർ പറഞ്ഞ പോലെ കൃഷ്ണന്റെ ഫോട്ടോ മാത്രമല്ല എന്റെ അച്ഛന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. അതില് ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ആ കുരിശും അല്ലാഹുവിന്റെ ഒരു ചിത്രവും ഒക്കെ ഉണ്ടായിരുന്നു. മതസൗഹാർദ്ദം തന്നെയായിരുന്നു എന്റെ അച്ഛന്റെ നേരത്തുണ്ടായിരുന്നു. അങ്ങനെ ഇന്ന ജാതി മതം ഒന്നും നോക്കിയിട്ടല്ല എന്റെ അച്ഛൻ ആ കരോട് പെരുമാറിയിരുന്നത്. പിന്നെ രാഷ്ട്രീയത്തില് പറഞ്ഞ പോലെ കുറെ ശത്രുക്കളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അന്ന് അച്ഛൻ കാര്യമാക്കിയിട്ടില്ല. ഇത്രയും നല്ലൊരു പരിപാടി കുറച്ച് വൈകിയ വേളയിലായാലും അത് സംഘടിപ്പിച്ചു തന്നതിൽ നാട്ടുകാരോടും ഈ സംഘടന സമിതിയോടും നന്ദി പറയാണ്. എന്റെ അച്ഛന്റെ ഓർമ്മകളിലൂടെ കുറച്ച് പേരുടെയെങ്കിലും മനസ്സിൽ നിങ്ങളെ പോലെ ഞങ്ങൾ മക്കിലും അതുപോലെ മറക്കാത്ത ഓർമ്മകൾ എന്റെ അച്ഛൻ എന്ന് ജീവിച്ചിരിക്കുന്നു. നന്ദി. യോഗാധ്യക്ഷൻ ശ്രീ കൃഷ്ണകുമാർ, യോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാന്യ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് ശ്രീ മനോമോഹനൻ, പരമേട്ടന്റെ മക്കളായ ഉദയൻ, ദീപ, വേദിയിൽ പ്രസംഗങ്ങൾ അവസാനിപ്പിച്ച വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ, മറ്റ് സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, എന്റെ സംഘത്തിന് ജൈവശാസ്ത്രപരമായ കാര്യങ്ങൾക്ക് പുറമെ 2 കാര്യങ്ങൾ മാത്രമേ നിർവഹിക്കാൻ കഴിയൂ.
ജീവശാസ്ത്രപരമായ എല്ലാ കർമ്മങ്ങളും നിർവഹിക്കുന്ന ഒരു ശരീരമാണ് എൻ്റെ ശരീരം. അതിന് പുറമെ ജീവിതത്തിൽ രണ്ട് കാര്യങ്ങളെ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ ഒന്നെന്തെല്ലാം എല്ലാവർക്കും അറിയാം, ഞാൻ ജീവിച്ചത് അധ്യാപകനായിട്ടാണ്. അപ്പോൾ ഇതോടെ പഠിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തോടൊപ്പം മുന്നേറുക എന്നുള്ള ഒരു കാര്യം മാത്രമേ എനിക്കറിയൂ. വേറൊരു കാര്യം എനിക്ക് അറിയില്ല. അപ്പൊ എവിടെ പോയാലും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി പറയുക, കമ്മ്യൂണിസം ഇന്ത്യയിൽ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന CPIM-ന്റെ രാഷ്ട്രീയ നയങ്ങളും പരിപാടികളും ജനങ്ങളോട് പറയുക, അതിനുവേണ്ടി പൊരുതുക എന്ന് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത്തരം ഒരു ബന്ധം മാത്രം, ആ ഒരു കാര്യം മാത്രമാണ് എനിക്ക് പരമേട്ടനായിട്ടുള്ളത്. ഇപ്പോൾ വിശ്വംഭരേട്ടൻ പറഞ്ഞു അദ്ദേഹം പല കാര്യങ്ങളും ചെയ്യും. അതൊന്നും എനിക്ക് അദ്ദേഹം ചെയ്തായിട്ട് എനിക്കറിയില്ല. അറിയുണ്ടെങ്കിൽ ഞാൻ നോക്കാറില്ല. ഷാജി കുറെ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അദ്ദേഹം CPM-മായി ബന്ധപ്പെട്ട് ചെയ്ത കാര്യങ്ങൾ മാത്രമേ എനിക്കറിയൂ, അത് മാത്രമേ പറയൂ. അപ്പോ ഇത് സർവകക്ഷി യോഗത്തിന്റെ മര്യാദ ചിലപ്പോൾ ഞാൻ ലംഘിക്കും. എന്നോട് ക്ഷമിക്കണം. ഇപ്പൊ ആദ്യം കാല് പിടിച്ച് വന്നെങ്കിൽ പറയാൻ മാത്രം കേട്ടോ, അല്ലെ? ചില അറിയൂ, എനിക്കിപ്പോ നിർത്താം. അപകടം ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞ് ഇയാള് സർവകക്ഷി യോഗത്തിന്റെ അതൊന്നും എനിക്ക് പറഞ്ഞു. ഇതിന്റെ സംഘാടകർ വന്ന് എന്നോട് പ്രസംഗിച്ചുകൊണ്ട് പറഞ്ഞു, ഈ ലോകത്തിന്റെ ശരീരം നിർവഹിച്ച 5 കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിക്കും.